ഹലോ, നമ്മുടെ ചക്കകളൊക്കെ നല്ല വിളഞ്ഞ് നല്ല പാകമായിട്ടിരിക്കും കേട്ടോ. എന്നാലും 2-3 ദിവസത്തിനുള്ളിൽ പറിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സിന്ദൂര വരിക്ക അല്ലെങ്കിൽ ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്നൊരു തരത്തിലുള്ള ചക്കയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരമെന്ന് പറഞ്ഞാൽ നമ്മുടെ തേൻ വരിക്കയുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ല തേൻ കഴിക്കുന്ന പോലെ ഇരിക്കും. അത് അത്രയ്ക്ക് സുന്ദരമായ മധുരമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ കാണിക്കും. അപ്പം നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത ഇതിൻ്റെ ചക്കയുടെ ചുളയൊക്കെ ഞാൻ നേരത്തെ പഴയൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പാകമായിട്ടിരിക്കുകയാണ്. നല്ല ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് പറിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നോൺ സ്റ്റോപ്പ് റെയിനിങ് ആണ്. ഒന്ന് മഴ പെയ്യും, ഒന്ന് നിൽക്കും, അതേ തരത്തിലാണ് കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാത്തിലും കായകളുമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഫ്രൂട്ട് തൈകളാണ്. നമ്മുടെ പേര ഇതൊക്കെ. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ചുവന്ന പേരയുടെ ഉണ്ട് കേട്ടോ. അതും ഇപ്പം നല്ലപോലെ കായ്ച്ച് നിൽപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഇതിന് ഇപ്പം വേനൽക്കാലത്ത് നിറയെ വെള്ളം ഒഴിച്ച് കേട്ടോ. അത് ഭയങ്കര ഒരു ജോലിയാണ്. നല്ല പോലെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തന്നെ ഒരു മുരടിപ്പ് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്കതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പുറകെ നടക്കുന്ന നമ്മുടെ കാട് തെളിക്കുക എന്നുള്ള ഒരു യജ്ഞമാണ്. അതായത് ഭയങ്കരമായിട്ട് പുറകെ നിങ്ങൾ പേരയുടെ പുറകിലൊക്കെ നോക്കി ഒരു സൈഡ് നമ്മൾ ഫുള്ളങ്ങ് മെഷീൻ വെച്ച് ട്രിം ചെയ്ത് കളഞ്ഞു. അടുത്ത് നമ്മൾ ചെത്തി നല്ല അടിയിലെ വേരൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പം ഇഷ്ടം പോലെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തൈകൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ്. അതായത് ഫ്രൂട്ട്സ് തൈകളായാലും മറ്റ് തൈകളാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെടിയുടെ ഗ്രോത്ത് കൂടുതലുള്ളൊരു സമയമാണ്. ഏത് ചെടികൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഗ്രോത്ത് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് നല്ലതുപോലെ വളരും. അതുകൊണ്ട് തന്നെ പുതിയ മാവിൻ്റെ തൈകളോ പുതിയ ഇനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ നടന്ന് കെയർ ചെയ്യേണ്ട കാര്യമില്ല, നല്ലപോലെ പിടിച്ചു വരും. പിന്നെ ഈ സമയത്ത് വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിലർ പറയാറുണ്ട് വളം ഇട്ട് കൊടുത്താൽ എല്ലാം മഴവെള്ളത്തിൽ ഒലിച്ചു പോകുമെന്ന്. എന്നാലും ഒരു ചെറിയ ഒരു അളവിലൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗ്രോത്തിന് നല്ല ഒരു സമയമായതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കൊതുകുകളുടെ ശല്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വന്ന് ആക്രമിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടങ്ങ് ഇങ്ങനെ പറമ്പിലൊന്നും ഇറങ്ങാറില്ല. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ആവശ്യമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ പറിക്കാമെന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ വന്നതാണ്. അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. കറിവേപ്പിലയൊന്നും ഞാൻ വാങ്ങാറില്ല. കാരണം കറിവേപ്പിലയ്ക്കകത്ത് കറിവേപ്പൊക്കെ ഞാൻ ഇത് തണ്ട് മുറിച്ച് നടുന്ന വീഡിയോ പഴയൊരു വീഡിയോ ഞാൻ നട്ടായിരുന്നല്ലോ. അങ്ങനെ നട്ടൊരു കറിവേപ്പാണ് ഇത് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ പലരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കറിവേപ്പ് എങ്ങനെയാണ് നമുക്ക് കമ്പ് മുറിച്ച് നടുന്നത്, പിടിക്കത്തില്ലായിരുന്നു. പക്ഷേ നല്ലപോലെ പിടിക്കും. ഇതുമുണ്ട്, അതുപോലെ തന്നെ വേറൊരു കറിവേപ്പും അതുപോലെ ഞാൻ തണ്ട്, അതായത് കമ്പ് നമ്മൾ കണ്ടിച്ച് വെച്ചതാണ്. അങ്ങനെ കട്ട് ചെയ്ത് അതാണിത്. നല്ലപോലെ കിളിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയത്തൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് വെയിലൊന്നും കൊള്ളിക്കാതെ തണലത്ത് വെച്ച് നല്ലതുപോലെ വേര് വരുന്നൊരു സമയം ഇപ്പം. ആ പഴയ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് വേര് വരുന്നതൊക്കെ ഞാൻ നല്ല കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ലപോലെ കിളിക്കും കേട്ടോ, അതിനൊരു സംശയമില്ല. ഈ ഒരു സമയത്ത് ഞാൻ നല്ലപോലെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സമയം കേട്ടോ. ഇല്ല, വെണ്ടയ്ക്കായ്ക്കകത്തൊക്കെ നല്ലപോലെ കാട് പിടിച്ച് കിടന്നപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഈ സ്ഥലത്തെ കാടൊക്കെ അങ്ങ് മാറ്റിയപ്പോഴാണ് നമ്മൾ നേരത്തെ നട്ടിരുന്ന വെണ്ടയ്ക്കകത്തൊക്കെ നല്ലപോലെ വെണ്ടയ്ക്ക ആയി നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു സ്ഥലമാണ് ഇന്നലെ ഞാൻ കാട് വെട്ടുന്നതിന് ബിഫോറുള്ളൊരു സ്ഥലം. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഈ സ്ഥലമാണ് ഇപ്പം നമ്മൾ വൃത്തിയായിട്ട് കാടൊക്കെ വെട്ടി. ഇപ്പം ഞാൻ നിങ്ങളുടെ വെണ്ടയ്ക്കയൊക്കെ പറിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കേട്ടോ. ഇവിടെ നിന്ന് വെണ്ടയ്ക്ക ഈ കാടിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇത് തന്നെ കറിവേപ്പിൻ്റെ കണ്ടോ, ഇത് കാട് ഇങ്ങനെ കയറി കിടന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കാട് ഫുള്ള് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇപ്പം ആദ്യം കാണിച്ച വീഡിയോ, ആ പേരയുടെയൊക്കെ അടുത്ത് നിന്ന് എടുത്ത വീഡിയോ. ഇത് ആടലോടകമാണ്. ആടലോകം വലിയ മരം പോലെ കിളിച്ച് നിൽക്കുക.
ആടലോടകം മെയിനായിട്ട് ചുമയ്ക്കൊക്കെ നല്ലതായിട്ട് എത്ര മാറാത്ത ചുമയ്ക്കും അതിട്ട് ചായ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ചുമ മാറുമെന്നാണ് പറഞ്ഞത്. കണ്ടോ ഈ സ്ഥലമൊക്കെ കണ്ടോ. ഇവിടെ ഇനിയും വൃത്തിയാക്കാനുണ്ട് ഈ പാർട്ടൊക്കെ കുറച്ച്. നമ്മുടെ ചുമന്ന പേര കണ്ടോ ഈ കാടിൻ്റെ ഈ സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാട് കണ്ടോ ഈ സ്ഥലമൊക്കെ ഇനി കുറച്ച് പാർട്ടൊക്കെ ഇനി വൃത്തിയാക്കാനുണ്ട്. അപ്പം നമ്മുടെ ചുമന്ന പേര ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇനി ചുമന്ന പേര കാണിച്ചു തരാമേ. അതിൻ്റെ അകത്ത് ചുമന്ന പേരയ്ക്കയുണ്ട്. ഒത്തിരി നല്ല കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ചുവന്ന പേര. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേരയ്ക്കകത്ത് നിറയെ പേരയ്ക്കാണ്. ഇപ്പോൾ ഒരു 10-20 മൂട് പേര തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള കിലോ പേര, അങ്ങനെ പല പല പേര. ഇത് വളരെ ചെറിയൊരു പേരയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കണ്ടോ പേരയ്ക്ക കിടക്കുന്ന കണ്ടോ. നല്ല വലിപ്പമുള്ള കിലോ പേരയാണ് കേട്ടോ. നല്ല പോലെ പേരയ്ക്ക അത് നല്ല വലിയതായിട്ട് വരുന്നത്. നമ്മുടെ ചുവന്ന പേര ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ ചുവന്ന പേര. ഇതിപ്പോൾ കാട് ഫുള്ള് കിളിച്ച് കിടക്കും, അവിടെ എല്ലാം വൃത്തിയാക്കണം. ഇപ്പോൾ ഈ ഇത് കണ്ടോ നല്ല രുചി കേട്ടോ, നല്ല മധുരമാണ്. ഇതിൻ്റെ ഒരു നല്ല സ്വീറ്റ്നെസ് ഉള്ള ടൈപ്പ് പേരയ്ക്കയാണ്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ നല്ല റെഡ് കളറിൽ ചുവന്ന കളറിൽ ഇരിക്കുന്നൊരു പേരയാണ്. പിന്നെ ഈ പേരയ്ക്കയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റിയ, അതായത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പേരയ്ക്ക. അതായത് ഇതിൻ്റെ അകത്ത് നല്ല ഒരു ഇതിൽ പ്രോട്ടീൻ്റെ അളവ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഷുഗറിൻ്റെ കാലോറി വാല്യൂ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പേരയ്ക്ക വളരെ നല്ലതാണ്, എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. അതുപോലെ നമ്മൾ ഒരു പേരയ്ക്ക കഴിച്ചാൽ നമ്മുടെ വേറെ എപ്പോഴും നമുക്ക് ഫില്ലായിട്ട് നിറഞ്ഞതായിട്ടൊരു ഫീലിംഗ് വരും. അതുകൊണ്ട് തന്നെ പേരയ്ക്ക നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല വൈറ്റമിൻ എ, സി, പിന്നെ ഒരുപാട് വിറ്റാമിൻ്റെ കലവറയാണ് ഈ പേരയ്ക്ക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ ഇലയും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചിലർ ഇതിൻ്റെ ഇല വെച്ച് എണ്ണ കാച്ചി തലയിലൊക്കെ തേക്കാറുണ്ട്. അത് മുടി കൊഴിച്ചിലിനൊക്കെ തടയാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എന്നാൽ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയത്തില്ല. പക്ഷേ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പേരയുടെ ഇലയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. പക്ഷെങ്കിൽ നമുക്ക് പുറത്ത് ഇറങ്ങി അങ്ങനെ പോയി നിൽക്കാൻ പറ്റും. കണ്ടോ ഭയങ്കരമായ മഴയാണ്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.